ഈ ടിൻറ്റ് തരുന്ന ലിപ് ലൈനറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഞാനിപ്പോൾ എൻ്റെ ചുണ്ടിലുള്ള ഈ ലിപ് ലൈനർ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു ലിപ് ലൈനർ വീഡിയോ ആണ്. അപ്പം എൻ്റെ ട്രാവൽ കിറ്റിൽ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും ഞാൻ പൊതുവേ വെക്കാറുള്ളത്. അപ്പം ഞാൻ പുതിയതായിട്ട് ഒരു ലിപ് ലൈനർ മേടിച്ചു, അത് ഞാൻ അതിലിട്ടു. അപ്പം ഞാൻ ഒരു ദിവസം ചുമ്മാ ഒരു ലിപ് ലൈനർ എടുത്ത് വരച്ചു. ഇത് കൊള്ളാമല്ലോ, നല്ല ക്രീമിയാണ്, പിഗ്മെൻറ്റഡ് ആണ്, ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഞാൻ ഓക്കെ കൊള്ളാമല്ലോ, ഇതെന്താ ഞാൻ മുമ്പേ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനത് വിട്ടു. പിന്നെ ഈ അടുത്ത് ഞാനത് പിന്നെ എടുത്ത് ഉപയോഗിച്ചു. അപ്പം രാവിലെ ഒരു 10:30 ആയപ്പോൾ ഒരുങ്ങി ലിപ് ലൈനറായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഓഫീസിൽ പോയി ലഞ്ച് കഴിച്ചു. പിന്നെ സ്നാക്ക് ടൈമിലും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ലിപ് ലൈനർ അതേപോലെ തന്നെ ഉണ്ട്, മാഞ്ഞിട്ടോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. ലിപ്സ്റ്റിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് 6-7 ആയപ്പം തിരിച്ച് വീട്ടിൽ വന്നു. ലിപ് ലൈനറും എങ്ങനെയോ മാഞ്ഞു പോയി. പക്ഷേ എൻ്റെ ലിപ്പ് ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു ഇത് തരുന്നില്ലായിരുന്നു. എന്തോ ഉണ്ട്, എന്തോ പിന്നെ ഇട്ടിട്ടുള്ളത് പോലെ. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഈ ടിൻറ്റ് ലിപ് ലൈനർ ഒരു ടിൻറ്റ് നമ്മുടെ ചുണ്ടിൽ കൊടുത്തിട്ടാണ് മാഞ്ഞു പോകുന്നത്. അത് ഇനി എൻ്റെ കയ്യിലുള്ളത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും അതൊരു ടിൻറ്റ് വിടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇത് ഷെയർ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതായിരിക്കും, ഞാൻ ഇപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന്. അപ്പം ഞാൻ പറയുന്നത് ഈ ലിപ് ലൈനറിനെ പറ്റിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് പിഗ്മെൻറ്റഡ് ആണ്, ഈസി ടു ബ്ലെൻഡ്, ഡ്രൈയിങ് അല്ല, ക്രീമിയാണ്, ലോങ് ലാസ്റ്റിങ്ങുമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഒരേ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത്, ഇത് കുറച്ച് ചിലവേറിയ പ്രോഡക്റ്റ്. ഒരു ലിപ് ലൈനർ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ച് വില കൂടിയതായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത് വല്ല സെയിലോ അല്ലെങ്കിൽ ഒരു ഓഫറിൽ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കിയാൽ ചിലപ്പം എന്നാലും നിങ്ങൾ ആ ഒരു ലിപ് ലൈനറിൻ്റെ കാശ് തന്നെ അപ്പോഴും ചിലവാക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 40% ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്തിക്കാം വേണോ വേണ്ട എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു ഡാർക്ക് ഷെയ്ഡാണ്. ഷെയ്ഡ് ഏതാണെന്ന് കളർഫുൾ എന്നാണെന്ന് തോന്നുന്നു ഷെയ്ഡ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഷെയ്ഡ് ഡീറ്റെയിൽസ് ഇടാം. ഇത് സെഫോറയിൽ നിന്നുള്ള ലിപ് ലൈനറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കളർഫുൾ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇട്ട് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ടിപ്പ് ഉണ്ടാവുന്നത്. എൻ്റെ കയ്യിലൊരു മിററുണ്ട്. ഞാൻ അമർത്തി പിടിക്കുന്ന പോലും ഇല്ല, ചുമ്മാ ലൈറ്റായിട്ട് തൊടുന്നു, വരയ്ക്കുന്നു. കണ്ടോ, ഇത് ഡാർക്ക് ഷെയ്ഡാണ്. ഞാൻ ലൈറ്റ് ഷെയ്ഡ് അങ്ങനെ എല്ലാ ഷെയ്ഡും ട്രൈ ചെയ്തിട്ടില്ല, ആകെ ഉള്ള ഒരേ ഒരു ലിപ് ലൈനറാണ്. പക്ഷേ എനിക്ക് ഈ ഷെയ്ഡ് എൻ്റെ ചുണ്ടിന് നല്ലതായിട്ട് തോന്നി. അതേപോലെ തന്നെ വെരി ക്രീമി. ഞാനത് അമർത്തി പിടിക്കുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഞാനിങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാതെ എന്തുമാത്രം പിഗ്മെൻറ്റഡ് ആണ്. ഞാനത് ലൈറ്റായിട്ടാണ് ഇത് വരച്ചേക്കുന്നത്, എന്നിട്ടും ഇത്രയും പിഗ്മെൻറ്റ് തരുന്നുണ്ട്. അപ്പം ബ്ലെൻഡ് ചെയ്യാനും എളുപ്പമാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ ഇന്നർ കോർണറിലൊന്ന് ചുമ്മാ ഒന്ന് ഫില്ല് ചെയ്ത് വിടും, എന്നിട്ട് ലിപ്സ്റ്റിക്ക് അതിൻ്റെ മേലിൽ അപ്ലൈ ചെയ്യും. അപ്പം ഇതാണ് എൻ്റെ റിവ്യൂ. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടോ, ഞാൻ പതുക്കെ തൊടുന്നേ ഉള്ളൂ. ഞാൻ പതുക്കെ തൊട്ടിട്ടാണ് ഇത്രയും പിഗ്മെൻറ്റ്. ഒന്ന് അമർത്തി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ വ്യത്യാസം കണ്ടോ. ഞാൻ ഇങ്ങനെയാണ് ചുണ്ടിലിടാൻ ശ്രമിച്ചത്, ഇതാണ് അമർത്തി ഇട്ടാലുള്ള അവസ്ഥ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. എനിക്കിതിൻ്റെ വേറെയും ഷെയ്ഡ് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു സെയിൽ അല്ലെങ്കിൽ നല്ലൊരു ഓഫറിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
അല്ലെങ്കിൽ ഇത് തീരാൻ വേണ്ടി. പക്ഷേ ഇത് എൻ്റെ ഇപ്പം ഒരു ഫേവറേറ്റ് ലിപ്പ് ലൈനറായിട്ട് മാറിയേക്കുവാണ്. വേറെ എനിക്ക് അറിയാം വേറെ അഫോർഡബിൾ ഓപ്ഷൻ ഇതിനേക്കാളുമൊക്കെ നല്ലത് ഉണ്ടാവാം, പക്ഷേ എനിക്ക് വില വില അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പർച്ചേസ് അല്ല. പക്ഷേ ഇത് എല്ലാം കൊണ്ടും നല്ലത് മാത്രമേ പറയിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു നല്ല കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഷെയർ ചെയ്യാമെന്ന്. സെഫോറയുടെ ബ്രാൻഡാണ്. അവർക്ക് ഓഫർ എപ്പോഴും അല്ല വല്ലപ്പോഴും ഒക്കെ കാണും. അപ്പോൾ അത് നോക്കി നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിച്ച് നോക്കാം. അത്രയേ ഉള്ളൂ.